ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എഡ്വേർഡ് 7 1 ക്വാർട്ടർ എന്ന കോപ്പറിൽ അച്ചടിച്ചിട്ടുള്ള ഈ നാണയങ്ങളുടെ വിലവിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 1903 അച്ചടിക്കപ്പെട്ടിട്ടുള്ള എല്ലാം കൽക്കട്ട മാത്രമാണ് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല, വിലയും വർഷവും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1903 അച്ചടിക്കപ്പെട്ട കോയിനുകൾക്ക് 50 രൂപയിൽ തുടങ്ങി 1903, 1904 എന്നീ വർഷങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 50 രൂപയിൽ തുടങ്ങി 1200 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. 1905, 1906 എന്നീ വർഷങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 50 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി അതേ നാണയം തന്നെ എഡ്വേർഡ് 7 1 ക്വാർട്ടർ അണ ബ്രോൺസിൽ അച്ചടിച്ചിട്ടുണ്ട്. അതിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കത്തിലും വ്യത്യാസം വരും. ഇത് 4.85 ഗ്രാമാണ്, അത് 6.47 ഗ്രാമാണ്. അപ്പോൾ ഇനി നമുക്ക് വിലവിവരങ്ങളിലേക്ക് വരാം. ഇതും കൽക്കട്ടയിൽ മാത്രമാണ് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മിൻറ്റ് ഏതാണെന്ന് നോക്കണ്ട, വർഷവും വിലയും മാത്രം നമുക്ക് നോക്കാം. 1906 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 200 രൂപയിൽ തുടങ്ങി 6000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. 1907 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 50 രൂപയിൽ തുടങ്ങി 1500 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. 1908 50 രൂപയിൽ തുടങ്ങി 1500 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. 1909 അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് റെയർ കോയിനുകളാണ്. 500 രൂപയിൽ തുടങ്ങി 20000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1910 50 രൂപയിൽ തുടങ്ങി 1500 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ജോർജ് 5 1 ക്വാർട്ടർ അണയുടെ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.